മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എയും എയും. എ അലിഫിന് ഏകാരം വന്നാൽ എം, അലിഫിന് ഏകാരം യാവും വന്നാൽ എ. അതുപോലെ കുറച്ച് വാക്കുകളും യമു, ഏലം, ബെല്ല്, തെല്ല്, ലെൻസ്, മെത്ത, നെല്ലിക്ക, വെയിൽ, നേതാവ്, കേശം, ലേലം, സേവനം, വേദന, മേന്മ. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒന്ന് പെട്ടെന്ന് വായിച്ചു വിട്ടത്. അതുപോലെ അടുത്തത് എന്താണ്? ഏകാരം നൽകി വായിക്കാം. ഇപ്പോൾ നമ്മൾ ഏകാരം നൽകി, സീനിന് ഏകാരം നൽകിയ സെല്ല്, നൂനിന് ഏകാരം നൽകിയ നെ ആവും. ഇപ്പോൾ നെല്ല്. ഏകാരം കൊടുത്തു കഴിഞ്ഞാൽ ഏകാരം പ്ലസ് യാ ഉണ്ട്. ഇപ്പോൾ കാഫിന് ഏകാരം കൊടുത്തു കഴിഞ്ഞാൽ കേവലം. മീമിന് ഏകാരം കൊടുത്താൽ മേശ. പിന്നെ ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ടല്ലേ? അറബി മലയാളത്തിൽ എഴുതാം. മലയാളത്തിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്തിലേക്ക് എഴുതാം? അറബി മലയാളത്തിൽ. തേൻ. അപ്പോൾ താ ഇനി ഏകാരം തേൻ എന്നാണ്. അപ്പോൾ താ ഇനി നീട്ടാൻ വേണ്ടി താ ഇനി ഏകാരം കൊടുക്കണം. പ്ലസ് യാ കൊടുത്താൽ തേ എന്ന് വരും. നൂനിന് സുക്കൂൻ ചെയ്താൽ ഇൻ. അപ്പോൾ കൂട്ടി വായിച്ചാൽ തേൻ. അതുപോലെ എത്തി. അലിഫിന് ഏകാരം കൊടുത്തു കഴിഞ്ഞാൽ എ, താ ഇനി എത്തി എന്നാണ് അല്ലേ? കൂട്ടക്ഷരം താ ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഷദ്ദാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. താ ഇനി ഷദ്ദും കൊടുക്കണം. കൂടെ എന്ത് കൊടുക്കണം? കെസറും കൊടുത്താലാണ് എത്തി എന്ന വാക്ക് വരിക. അപ്പോൾ എത്തി. അടുത്തതുപോലെ അടുത്ത് നെല്ല്. നൂനിന് ഏകാരം കൊടുത്താൽ ല്. ഇപ്പോൾ ഇവിടെ ഇതേപോലെ കൂട്ടക്ഷരം ല എന്നാണ് വന്നിട്ടുണ്ട്. ല മാത്രമല്ല, ലായക്ക് എന്തുണ്ട്? സുക്കൂന് കൊടുത്താലാണ് അത് ല് എന്നാകുക. നെല്ല്. അതുപോലെ തേയില. 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 ഇപ്പം ഒന്നാം പാഠം എത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.